എത്ര നല്ല മനുഷ്യനാ ഈ ഗഫൂർക്ക. എന്താ ഗഫൂർക്ക, പലചരക്ക് കടയിലും മീൻ മാർക്കറ്റിലും ഒക്കെ പതിവില്ലാത്ത തിരക്ക്? നിങ്ങളെ പെരുന്നാളാ? നമ്മളെ മാത്രല്ല, കേരളക്കാര് മുഴുവൻ ജാതി മതം നോക്കാതെ മാസത്തില് 2-3 വട്ടം ആഘോഷിക്കുന്ന പെരുന്നാളാണ് ഹർത്താൽ അഥവാ കേരള ബന്ദ്. ഇതെന്തിനുള്ള ഹർത്താലാ? അത് മാത്രം ചോദിക്കരുത്. കൊന്നാല് കൊന്നോനെ പിടിച്ചാല് ഹർത്താല്. ഹർത്താല് അക്രമമാകുമ്പോൾ അതിന് പോലീസ് ഇടപെട്ടാൽ അതിന്റെ പിറ്റേന്ന് ഹർത്താല്. ഇതെപ്പ തീരും? നാളെ രാത്രി 12 മണിക്ക്. അതല്ല ഞാൻ ചോദിച്ചത്, ഹർത്താൽ എന്ന് പറയുന്ന ഈ ദുരിതം എന്ന് തീരുമെന്ന്. ഒന്നുമല്ല പറയുന്നു. എപ്പോഴാണ് ഒരഹർത്താൽ ഉണ്ടാകാന്ന് ഉറ്റുനോക്കി നടക്കുന്ന ആൾക്കാരാണ് ഞമ്മളെ നാട്ടുകാര്. ഓണം, പെരുന്നാള്, ക്രിസ്മസ് അതൊക്കെ വരും പോവും. അതൊന്നും ആൾക്കാര് മൈൻഡ് ചെയ്യൂല. ഹർത്താലാണ് ഇപ്പൊ കേരളത്തിന്റെ ദേശീയ ആഘോഷം. എവിടെ ഹർത്താലുണ്ടോ അവിടെ നാട്ടുകാരുണ്ട്. അപ്പൊ ഗഫൂർക്ക് ഈ ഹർത്താലിന് സപ്പോർട്ടാ? സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലും ഒന്നും ആയിട്ടല്ലടോ. മുണ്ടാണ്ട് പോരയിലിരുന്ന തലെങ്കിലും ബാക്കി ഉണ്ടാകുമല്ലോ. എന്നുവെച്ചാല് സ്വന്തം ജീവനും സ്വത്തിനും പേടില്ലാത്തവരുണ്ടാകുമോ രാമ? ഇതെങ്ങനെ ഒന്ന് അവസാനിപ്പിക്കും? ഈ സമാനില് പണ്ടാരവസാനിക്കുമെന്ന് തോന്നുന്നില്ല. അവസാനിപ്പിക്കും. നിങ്ങൾ കൂടെ നിന്നാ മതി. ഞാനൊരു പോംവഴി കണ്ടിട്ടുണ്ട്. അവസാനം ഞമ്മളെ പെരുവയിലാക്കരുത്. ഈ അനീതിക്കും അക്രമത്തിനുമെതിരെ ജനം ഒന്നിക്കണം. എന്നിട്ട് ഇംഗ്ലാവ് വിളിക്കണം. വിളിയും തെളിയൊന്നുമില്ല. ജനപിന്തുണയോടെയുള്ള ഒരു ഗംഭീര ഹർത്താൽ. മുള്ളിനെ മുള്ളു കൊണ്ടെടുക്കാന്ന് കേട്ടിട്ടില്ലേ? അടിക്കടി വെടിക്ക് വെടി എന്നൊക്കെ പറഞ്ഞ പോലെ ഹർത്താലിനെതിരിടാൻ ഒരു വലിയ ഹർത്താൽ. തരക്കേടില്ല മോനെ, തരക്കേടില്ല. പക്ഷെ നമ്മളില്ല. ചുരുങ്ങിയ ഹർത്താലും ഇംഗ്ലാവൊക്കെ ആയിട്ട് നമ്മളിപ്പോ കയ്യിൽ പോരാൻ കഴിഞ്ഞോളാം. എന്തേ?